100-ലധികം സീറ്റ് നേടുമെന്നാണ് എല്ലാ നേതാക്കളും ആത്മവിശ്വാസത്തോടെ പറയുന്നത്. അങ്ങനെ നേടിയാൽ ആരാകും മുഖ്യമന്ത്രി എന്നുള്ളത് UDF വോട്ട് ചെയ്യുന്ന ജനങ്ങളിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ചിന്ത ചോദിക്കാറുണ്ട്. അതിൽ പലരും ചോദിക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് നേരത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാറില്ല. അത് ഈ അടുത്ത സമയത്താണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രസിഡന്റും കൂടി ഞങ്ങളെല്ലാവരെയും വിളിച്ചു. ഞങ്ങളോട് ചർച്ച ചെയ്തു. ഫസ്റ്റ് പ്രയോറിറ്റി സർക്കാർ അധികാരത്തിൽ വരിക എന്നുള്ളത്. അങ്ങനെ അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആരാണെന്നുള്ളത് ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്ന് രാഹുൽ ഗാന്ധിയും ഖാർഗെജിയും ഞങ്ങളോട് പറഞ്ഞു. അതിനുശേഷം ഞങ്ങളൊരു ചർച്ചയ്ക്ക് പോയിട്ടില്ല. കോൺഗ്രസ് അനുഭാവികൾ മാത്രമല്ല, അല്ലാതെയുള്ള സാധാരണ ജനങ്ങൾ ഇവരിൽ ആരായിരിക്കും നേതാവാകാൻ പോകുന്നത് എന്നുള്ളത് ചിന്തിക്കില്ലേ? ഞാൻ ചോദിക്കാൻ കാരണം കെ കരുണാകരനുള്ളപ്പോൾ കെ കരുണാകരൻ തെരഞ്ഞെടുപ്പിനെ നയിക്കുമ്പോൾ അദ്ദേഹമാണ് മുഖ്യമന്ത്രി എന്നുള്ളത് നമുക്കറിയാം. AK ആന്റണി ഉണ്ടെങ്കിൽ അദ്ദേഹമാണെന്ന് അറിയാം. ഇപ്പൊ 2001 അതിനുശേഷം ഉമ്മൻചാണ്ടി ഉള്ളപ്പോൾ അറിയാം. 2016 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ രമേശ് ചെന്നിത്തലയാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത് അറിയാം ആളുകൾക്കല്ല. പക്ഷേ ഇപ്രാവശ്യം 3 നേതാക്കൾ നിൽക്കുമ്പോൾ ആളുകൾ കൺഫ്യൂഷൻ ഉണ്ടാവും. അല്ല, കഴിഞ്ഞ തവണ അങ്ങനെ ഇല്ലായിരുന്നു. ആർക്കും ധാരണ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു, അദ്ദേഹം മത്സരിക്കായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. എന്നെ ആരും പ്രൊജക്ട് ചെയ്തില്ലായിരുന്നു. സത്യമായിട്ട് പറഞ്ഞു, എന്നെ ആരും പ്രൊജക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ എന്നെ പ്രൊജക്ട് ചെയ്യണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ലായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പാർട്ടി നേതൃത്വം തീരുമാനിക്കും. അതാണ് ഞങ്ങളുടെ സിസ്റ്റം. അതാണ് തീരുമാനം. അതനുസരിച്ച് മുന്നോട്ട് പോകും. ഇപ്പോൾ പാർട്ടി തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയാണ് ഇത്രയും സീനിയറായിട്ടുള്ള നേതാവ്, 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്നിട്ടുള്ള നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് അങ്ങനെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകും. രാജീവിന് എന്നെ പറ്റിയുള്ള ഈ ധാരണയ്ക്ക് എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട്. പക്ഷേ ഇതൊന്നും ഞാൻ അതിലൊന്നും വീഴുന്ന ആളല്ല. ജനങ്ങളുടെ മുന്നിൽ എന്നെപ്പറ്റി എല്ലാവർക്കും അറിയാം. ഞാനങ്ങനെ അധികാര സ്ഥാനത്തിന് വേണ്ടിയും ആരുടെയും പിന്നാലെ നടന്ന് വേളം ഉണ്ടാക്കുന്ന ഒരാളല്ല. ഒരിക്കലും അല്ല. ഞാൻ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വന്നപ്പോൾ എനിക്ക് വേണമെങ്കിൽ അന്ന് തന്നെ മന്ത്രിയാവായിരുന്നു. ഞാൻ മന്ത്രിയാവാതിരുന്നതിന് ചില കാരണങ്ങളുണ്ട്. അത് ഞാൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. എപ്പോഴെങ്കിലും ആത്മകഥ എഴുതുമ്പോൾ എഴുതാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ എന്നിട്ട് പോലും ഞാൻ ആ ഗവൺമെൻറ്റിനെതിരെ ഒരു അക്ഷരം ഞാൻ സംസാരിച്ചിട്ടില്ല. ആത്മകഥ എഴുതുന്നതിന്റെ കാര്യം പറഞ്ഞു. ആത്മകഥ ഇതുവരെ എഴുതുന്നതിനെ കുറിച്ച് ഒരു പക്ഷേ ആലോചിച്ചിട്ടുണ്ടാവില്ല. ഈയിടെ ഒരു നോവൽ എഴുതി. സാധാരണ ഇങ്ങനെ സജീവമായി രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഇപ്പൊ TK രാമകൃഷ്ണൻ നോവൽ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം രമേശ് ചെന്നിത്തലയാണ് ഇങ്ങനെ സജീവമായിട്ട് നിൽക്കുമ്പോൾ ഒരു നോവൽ എഴുതിയത്. നോവലിന്റെ പേര് നിയോഗം എന്നാണ്. മുഖ്യമന്ത്രി ആകാനാണ് നിയോഗമെങ്കിലോ? അത് അങ്ങനെയല്ല. ആ പുസ്തകം വായിച്ചാൽ രാജീവിന് മനസ്സിലാവും എന്താണ് നിയോഗം എന്ന് ഞാൻ പേരിടാൻ കാരണമെന്ന്. ഞാൻ ഈ നോവലിന്റെ പേര് വെച്ചാണ് ചോദിച്ചത്. കാരണം രമേശ് ചെന്നിത്തല തികഞ്ഞ ഈശ്വര വിശ്വാസിയാണ്. ഈ വിധിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാനാണ് UDF ജയിച്ചു വരുമ്പോൾ നിയോഗമെങ്കിൽ അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അല്ല, അത് ഇതുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുന്നൊന്നും വേണ്ട. ഞാൻ ഈശ്വര വിശ്വാസിയാണ്, ഞാൻ വിധിയിൽ വിശ്വസിക്കുന്ന ആളാണ്, അതൊക്കെ സത്യമാണ്. പക്ഷെ എൻ്റെ നോവലും അതുമായിട്ടൊരു ബന്ധമില്ല. ഇത് രാഷ്ട്രീയ നോവലേ അല്ലല്ലോ. അല്ലേ? ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 2016-21 താങ്കൾ പ്രതിപക്ഷ നേതാവായിരുന്നു. 2021 പുതിയ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ കാര്യത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നൊരു വിഷമം താങ്കൾ ഈയിടെ. അതൊക്കെ കഴിഞ്ഞ കാര്യം. ഇനിയിപ്പോൾ നമ്മളതിന് എടുക്കേണ്ട കാര്യമില്ല. ഇപ്പം അതിനൊന്നും ഒരു പ്രസക്തിയില്ല. ഇപ്പം നമ്മുടെ മുമ്പിലുള്ള പ്രസക്തി എന്താണ്? ഈ ഗവൺമെൻറ്റിനെ താഴെയിറക്കി പുതിയൊരു ഗവൺമെൻറ് വരണം. കേരള ജനത അനുഭവിക്കുന്ന ഇപ്പോഴത്തെ പ്രയാസങ്ങൾക്ക്, ദുരിതങ്ങൾക്കും പരിഹാരം കണ്ടെത്തണം. ആ ഒരു അജണ്ടയുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പം കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം 2011 വേണമെങ്കിൽ ആദ്യം മന്ത്രിയാകാമായിരുന്നു എന്ന് പറഞ്ഞു, മന്ത്രിയായില്ല. അതുപോലെ ഞാൻ ചോദിക്കുകയാണ്, ഒരു തർക്കം ഉണ്ടാക്കിയ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിനൊന്നും ഞാനില്ല എന്നുള്ളതാണോ താങ്കളുടെ? അല്ല, അത് എന്ത് വേണമെന്നുള്ള പാർട്ടി തീരുമാനിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പരസ്യമായിട്ട് അതിനെപ്പറ്റി ഒരു അഭിപ്രായപ്പെടാൻ നടത്തുന്നത് ശരിയല്ല. കാരണം പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പം ഞാൻ ഇങ്ങനൊരു വ്യത്യസ്ത അഭിപ്രായം പറയുന്നത് പാർട്ടിക്കും എനിക്കും നാടിനും ഗുണകരമല്ല. PJ കുര്യൻ താങ്കളെയും കൂടെ ഇരുത്തിക്കൊണ്ട് വേദിയിൽ പരസ്യമായി പറയുന്നു. K സുധാകരൻ ഇതേ അഭിപ്രായം പങ്കുവെക്കുന്നു. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് അത്തരത്തിലുള്ള സ്വരങ്ങൾ പരസ്യമായി പുറത്തു വന്നു തുടങ്ങി. താങ്കളുടെ പേര് അല്ല, അവർ പറഞ്ഞിട്ടുണ്ട്, അത് സത്യമാണ്. എനിക്ക് അവരോട് ഞാനൊന്നും എതിർപ്പുമില്ല. പക്ഷേ ഞാൻ അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. ഞാൻ പ്രചരണ സമിതിയുടെ ചെയർമാൻ കൂടിയാണ്. എൻ്റെ ഇവിടെ നേതൃത്വത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ എനിക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് തിരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, എല്ലാവിധ ആശംസകളും. താങ്ക് യു.